നാരായണ 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 നാരായണ. ശ്രീമദ് ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം 38-ാം അധ്യായം മുതൽ തുടങ്ങുന്നു. അക്രൂര യാത്ര തൊട്ട് ക്രമേണയായിട്ട് കംസവധത്തിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ള ഭാഗം. ഭഗവാന്റെ ഭഗവത്വത്തെ, ഈശ്വരഭാവത്തെ അക്രൂരന് മനസ്സിലാക്കി കൊടുക്കുന്നതായിട്ടുള്ള രംഗം. വ്യോമാസുരവധം കഴിഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. അന്ന് രാത്രി അക്രൂരൻ ഉറങ്ങിയില്ല. കംസൻ അക്രൂരനോട് കൃഷ്ണനെയും രാമനെയും കാണാൻ പോകണം, അവരെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുള്ള ആ രാത്രി അക്രൂരന് ഉറങ്ങാൻ സാധിച്ചില്ല. മനോരാജ്യം, ഭഗവാനെ കാണാനുള്ള ഉത്സാഹം, ഭഗവാൻ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നെ സ്വീകരിക്കുക എന്നുള്ള സംശയം. ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് നേരത്തെ നീക്കേണ്ട വിഷയമില്ല, നേരത്തെ നീട്ടു. കുളി തയ്യാറെടുപ്പ് എല്ലാവരും കൂടി കഴിഞ്ഞതിൻ്റെ ശേഷം കംസൻ കൊടുത്ത സ്വർണ്ണരഥ ആണ് കേട്ടോ, ചെറിയ രഥമല്ല, സ്വർണ്ണരഥമാണ്. അതിൽ യാത്രയായി ഗോകുലത്തിലേക്ക്. അപ്പം തേര് മുന്നോട്ട് പോകുമ്പോൾ താൻ ഭഗവാനോട് അടുക്കുന്നു എന്ന ഒരു ഭാവം വരികയാണ്. നമുക്ക് ഉണ്ടാവേണ്ടതും അതാണ്. നമ്മൾ പ്രായം ഇങ്ങനെ കൂടി വരുമ്പോൾ ഞാനും ഭഗവാനോട് അടുക്കുകയാണ്, എൻ്റെ ഉപാസന എനിക്ക് ഭഗവത് സാമീപ്യം തരുന്നുണ്ട്, എൻ്റെ ചിന്തയിൽ ഭഗവാൻ വരുന്നുണ്ട്, ഭഗവത് കഥകളെ എനിക്ക് കുറേശ്ശെ പറയാൻ സാധിക്കുന്നുണ്ട്, ഞാൻ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നുണ്ട് ചിലപ്പോൾ. ഇങ്ങനെ നമ്മളും ക്രമേണയായിട്ട് ഭഗവാനോട് അടുക്കണം. അതിനാണ് ഭാഗവത ഉപദേശങ്ങൾ, ശ്രവണങ്ങളൊക്കെ. അപ്പോൾ ഭഗവാനെ കാണാൻ കുറച്ചൊരു തിടുക്കം. അപ്പോഴാണ് വേറെ ചില കുഴപ്പങ്ങൾ. ഭഗവാനെ കാണുന്ന വെച്ചാൽ കുറച്ച് പുണ്യം വേണ്ടേ? ആ പുണ്യം തനിക്കുണ്ടോ? ഞാനാച്ചാൽ ഇതുവരെ ഒരു തപസ് ചെയ്തിട്ടില്ല. അക്രൂരൻ വിചാരിക്കുകയാണ്. മനോരഥത്തിലാണ് ഇപ്പോൾ പോണത്. സ്വർണ്ണരഥം തെളിക്കുന്നുണ്ട്, അത് കാളകളിങ്ങനെ കൊണ്ടേക്കോളും, അത്രയേ ഉള്ളൂ. അപ്പോൾ തപസ്സില്ല. ശൂദ്രന് വേദം കിട്ടിയ പോലെയാണ്, എനിക്ക് അർഹതയില്ലാത്തതാണ് ഞാനിപ്പോൾ ചെയ്യണത്. എന്താ കാരണം? ഇവിടെ അക്രൂര സ്വതേ മന്ത്രിസ്ഥാനത്താണ് ഉള്ളത്. ഇപ്പം മന്ത്രി അല്ലാച്ചാലും കംസന്റെ ദുരുദ്ദേശത്തിന് കൂട്ടു നിൽക്കുകയാണ്. അപ്പോൾ ഭഗവാനെ അങ്ങനെ അല്ല, കംസനെ കൂട്ടിയാൽ പറ്റില്ല, എന്നാലും അതിനാണല്ലോ കൊണ്ടുപോണത്. ഈ നദിയുടെ കുത്തൊഴുക്കിൽ വലിയ മൃഗങ്ങൾ വരെ, ആന അടക്കം ഒലിച്ചു പൂത്രേ. വലിയ വെള്ളപ്പൊക്കത്തിൽ ആന അടക്കം ഒലിച്ചു. നീന്താനുള്ള ശക്തി ആനയ്ക്ക് കിട്ടില്ല. അപ്പോൾ അതിന് ബാക്കിയുള്ളവരുടെ കാര്യം പറയണം. ആന സ്വയം നീന്തി പോവും. അപ്പോൾ ഭഗവാന്റെ ഈ മായയിൽ ആനയല്ല, ഭൂമി തന്നെ ഒലിച്ചു പോവും. അപ്പം അതുകൊണ്ട് നിവൃത്തിയില്ല. അതുപോലെ ചില ഉറുമ്പുകൾ ഒരു കേടും കൂടാതെ കണ്ട് കരക്കെത്തും ചെയ്യും. ഒരു ഉണങ്ങിയ ഇലയുടെ മുകളിൽ അത് താഴില്ല. അപ്പം ആ ഉണങ്ങിയല ഈ വലിയ ചില വെള്ളപ്പൊക്കല്ലേ, അതിങ്ങനെ മുകളിലത്തെയൊക്കെ ഇങ്ങനെ കരയിലേക്ക് ഇങ്ങനെ തിരമാലയെ കൊണ്ട് അടിച്ചിടും. അപ്പം ആ ഇലയിൽ ഇരിക്കുന്ന ഉറുമ്പിന് ഒരു കേടും കൂടാതെ കണ്ട് അത് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യും. ഇത് രണ്ടും നമ്മൾ കാണുന്നുണ്ട്. ഞാനും ഇതേപോലെ ഭഗവാനെ കാണും, ഉറുമ്പിനെ പോലെ. കാരണം ഞാൻ ഏറ്റവും ചെറുതാണ്, അക്രൂരൻ ചിന്തിക്കുക. അപ്പോൾ ജന്മം സഫലമാവും. യോഗികൾക്ക് വളരെയധികം കഷ്ടപ്പെട്ട് ഭക്തിഭാവത്തിൽ എത്തിയാൽ മാത്രമാണ് ഭഗവാനെ ഒന്നിങ്ങനെ കാണാൻ സാധിക്കുക. അപ്പോഴാണ് സംസാരം കിടക്കാനുള്ള അനുഗ്രഹം വരമായിട്ട് ഭഗവാൻ കൊടുക്കുക. ഇപ്പം ഈ ദുഷ്ടനായിട്ടുള്ള കംസൻ ചെയ്ത ഒരു കാര്യങ്ങൾ മൊത്തം ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്കിതിന് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷേ കംസൻ ഇപ്പോൾ ഒരു അനുഗ്രഹമാണ് ചെയ്തത്. കാരണം എന്നെ ദൂതനായിട്ടാണെങ്കിലും വിട്ടൂലോ, എനിക്ക് കാണാൻ സാധിക്കല്ലേ. നിശ്ചയിക്കുന്നത് ഭഗവാനാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ കുറ്റം ഇനി എനിക്ക് ഏൽക്കേണ്ടി വരില്ല. അത് ഭഗവാൻ നിശ്ചയിച്ചോളും. വേണ്ടത് എങ്ങനെയാ വെച്ചാൽ അങ്ങനെയാണ് നടത്തിക്കോളും. ഭഗവാന്റെ ദർശനം എനിക്ക് കംസനാൽ ഇപ്പോൾ അനുവദിക്കപ്പെട്ടത് തന്നെ കംസന്റെ ഏതോ ഒരു നല്ല കാര്യമാണ്. എനിക്ക് എന്തായാലും ഭാഗ്യമായി. ഭഗവാന്റെ പാദങ്ങൾ ബ്രഹ്മാവിഷ്ണു അല്ലേ, ബ്രഹ്മാവ്, ശിവൻ, ലക്ഷ്മിയൊക്കെ പൂജിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭൂമിദേവി സദാസമയത്തും പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭൂമിയിലാണ് അപ്പോൾ കൃഷ്ണൻ പാദം വെച്ചിട്ട് ഇങ്ങനെ നടക്കണ, ഓടിച്ചാടി നടക്കണത്. അവിടേക്കാണ് അപ്പോൾ ഞാൻ പോണത്.
ഈ ഗോപാലനായിട്ട് പൈക്കളുടെ പിന്നാലെ നടക്കണ ഗോപബാലനായിട്ട് അവിടെ ഓടുന്നു. അപ്പോൾ ആ കാല് പതിഞ്ഞ അവിടെ അടയാളങ്ങൾ കാണും. ഞാൻ നമസ്കരിക്കും, ഉറപ്പ്. ആ പാദധൂളി എൻ്റെ മേല് മുഴുവൻ ഞാൻ വാരി പൂശും. ഭഗവാന്റെ ആ രൂപത്തെ ഒന്നിങ്ങനെ ഓർക്കുകയാണ്. സുന്ദരമായിട്ടുള്ള മുഖം, അതിസുന്ദരമായിട്ടുള്ള താമരക്കണ്ണ്, ഏറ്റവും നല്ല മൂക്ക്, മിനുസമുള്ള കവിള്, മഞ്ഞപ്പട്ട കൊടുത്ത് ശ്രീവത്സം എന്നുള്ള മറുക്, കൗസ്തുഭം എന്നുള്ള മണി, ഇതൊക്കെ കണ്ടിട്ട് ആസ്വദിക്കാലോ. ഈ പോകുന്ന വഴിക്ക് മാനുകൾ പ്രദക്ഷിണം വെച്ചിങ്ങനെ ഓടുന്നുണ്ട്. ഇത് നല്ല ലക്ഷണമാണല്ലോ. നല്ല നിമിത്തങ്ങളൊക്കെ ധാരാളം കാണുന്നുണ്ട്. ഭൂഭാരം തീർക്കാൻ വേണ്ടിയിട്ട് സ്വേച്ഛോപാത്തവുമായിട്ട് വന്ന ഈ ശ്രീകൃഷ്ണനെ കാണാൻ എനിക്ക് അനുവാദം തന്നത് ഇപ്പോൾ ഞാൻ സാധിക്കാൻ പോവുകയാണ്. അപ്പോൾ കണ്ണിന് പുണ്യാണ്. ഈ സ്ഥൂലം സൂക്ഷ്മം സാക്ഷി ജാഗ്രതാദി അവസ്ഥകൾ, ദ്വന്ദ്വമില്ലാത്ത അവിദ്യയില്ലാത്ത 24 തത്വങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ഈ ശരീരത്തിലിരിക്കുന്ന ഈ ഞാൻ ഗോകുലത്തിൽ പല ലീലകളും കാണിക്കുന്നതായിട്ടുള്ള കൃഷ്ണൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പോവാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പരിപൂർണ തമനാണ്, പരബ്രഹ്മാണ്. അർഹത ഇല്ലെങ്കിലും കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടണു. ഈ യാദവനാണ് കേട്ടോ, ഏട്ടൻ്റെ മകനാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ ഈശ്വരൻ ഇതുവരെ കാണാൻ അനുവാദം കൊടുത്തിട്ടില്ല. വസുദേവർക്കും അന്ന് കണ്ടു എന്നേ ഉള്ളൂ, പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. അക്രൂരനാണ് അപ്പോൾ ആദ്യമായിട്ട് കാണാൻ പോണേ. അപ്പം അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പാപം തീരും, പുണ്യം കിട്ടും. കൃഷ്ണലീല കേട്ടാൽ മതി, രോമാഞ്ചം വരും, ശുദ്ധരാകും, മുക്തിക്ക് അർഹതയായി. ഭഗവത് കഥ പറയാത്ത ആ നാവുണ്ടല്ലോ, അതുകൊണ്ട് ഒരു ഗുണമില്ല. കാണാത്ത കണ്ണ് നന്നല്ല, കേൾക്കാത്ത കാത് ഒരു ഉപയോഗമില്ല. അങ്ങനെ പലതും ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവത് ഉന്മുഖമാക്കി തീർക്കണം. ഈ ദേവഹിതം കൊണ്ടാണ് നമ്മളൊക്കെ ജനിച്ചത്, നമ്മുടേതായിട്ടുള്ള ചില കർമ്മ പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ട്. അതേ സമയത്ത് തന്നെ ഭഗവാൻ ജനിച്ചത് നമ്മുടെ ഭാഗ്യ. അപ്പം അത് അക്രൂരനൊരു ഭാഗ്യമുണ്ട്. 3 ലോകത്തും ഈ യശസ് എത്തിയിരിക്കണം. നന്ദഗോപർക്കും യശോദയ്ക്കും കൃഷ്ണൻ അവിടെ അവതരിച്ചു എന്നുള്ളതുകൊണ്ട് എല്ലാവരാലും അറിയപ്പെടുക എന്നൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ സമ്പത്ത് ലക്ഷ്മി ഒപ്പം ഉണ്ടാവുകൊണ്ട് പരിപൂർണ തമനായിട്ടുള്ള ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഗോകുലത്തിലുണ്ട്. എല്ലാവർക്കും പ്രിയനായിട്ട് സജ്ജനത്തിനൊക്കെ പ്രാപിക്കാൻ സാധിക്കുന്ന രീതിയിൽ കളിക്കൂട്ടുകാരായിട്ട് പലതരത്തിലും അവിടെ ഗോപികമാരും ഗോപന്മാരും അനുഭവിക്കുന്നതൊക്കെ അക്രൂരിനും അറിയാം. അതൊക്കെ ഞാൻ ആലോചിച്ചു. ആ കൃഷ്ണനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഗുരുവിനെ കാണുന്നത് പോലെ ഞാൻ കാണും. അതേപോലെ നിമിത്തങ്ങളൊക്കെ കണ്ടതിപ്പോൾ നന്നല്ലോ, നല്ല നിമിത്തങ്ങളല്ലേ കണ്ടത്. അപ്പോൾ കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ ചാടി ഇറങ്ങി കാല് പിടിച്ച് ഞാൻ നമസ്കരിക്കും. അവിടെ ഞാൻ ചെറിയച്ഛനാണ് എന്ന് കണക്കാക്കില്ല, ഈശ്വരനാണെന്നേ കണക്കാക്കുള്ളൂ. ഇങ്ങോട്ടാണ് നമസ്കരിക്കേണ്ടത്. അപ്പം അതിന് ഞാൻ അനുവാദം കൊടുക്കില്ല. കൂട്ടുകാരെയും കൂടി ഞാൻ നമസ്കരിക്കും. അവരെൻ്റെ താഴെയാണ്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, കൃഷ്ണൻ്റെ കൂട്ടുകാരാ. അപ്പം അതുകൊണ്ട് അവരൊക്കെ ദേവന്മാരാണ്, അവരെ ഞാൻ നമസ്കരിക്കും. ആ കൈകൾ കൊണ്ട് എൻ്റെ ശിരസ്സിൽ അനുഗ്രഹത്തിനായിട്ട് ഞാൻ വെപ്പിക്കും കുഞ്ഞി കൈകൾ, ഉറപ്പാണ്. മരണഭയം ഞാൻ തീർക്കും. ഇന്ദ്രൻ 100 യാഗം ചെയ്തിട്ടാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ദ്രനായത്. അങ്ങനെ ബലി മുഴുവൻ സമർപ്പിച്ചിട്ടാണ് അടുത്ത ഇന്ദ്രനാവാനുള്ള അർഹത കിട്ടിയത്. രാസക്രീഡയിൽ ഗോപികമാരുടെ ഈ സകല ദുഃഖങ്ങളും ഭഗവാൻ തീർത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനും ഈ ദുഃഖത്തെ തീർക്കാൻ വേണ്ടിയിട്ട് കംസദൂതനായിട്ടാണ് പോണത് വെച്ചാലും ഭഗവാൻ എൻ്റെ ശത്രുവല്ല. കൃഷ്ണൻ ജ്ഞാനിയാണ്, എൻ്റെ അകംപുറം നല്ലോണം അറിയും. സാക്ഷിയാണ് ഭഗവാൻ, ക്ഷേത്രജ്ഞനാണ്, എൻ്റെ ഉള്ളിലിരിക്കുന്നത് അന്തര്യാമിയായിട്ടാണ്. എൻ്റെ മനസ്സ് കൃഷ്ണൻ അറിയും. ഞാൻ കാല് പിടിച്ചു കഴിഞ്ഞാൽ എന്നെ അനുഗ്രഹിക്കും, തട്ടി മാറ്റുണ്ടാവില്ല. എനിക്ക് ആനന്ദം ഭഗവാൻ തരും. പിന്നെ ചെറിയച്ഛനാണെന്നുള്ള അധികാരം ഉപയോഗിക്കാലോ, അഥവാ ചെയ്തിട്ടില്ല വെച്ചാൽ. എൻ്റെ നിഷ്കാമ ഭക്തി അത് ഭഗവാൻ സ്വീകരിക്കും. എനിക്ക് മകനെ ആലിംഗനം ചെയ്യാനുള്ള അധികാരമുണ്ട്, ഞാനത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. എൻ്റെ പാപം ഞാൻ തീർക്കും. കാരണം ഈ പാദധൂളി പോലെ തന്നെയാണ് ആലിംഗനം കൊണ്ടൊരു വല്ലാത്ത
ഊർജം കിട്ടും, കർമ്മവാസന നശിക്കും. എന്നെ ഒരു പക്ഷേ അക്രൂര എന്നാണ് വിളിക്കുക, അതോ ചെറിയച്ഛ ഇങ്ങനെയാണ് വിളിക്കുക, എന്ത് വിളിച്ചാലും എനിക്ക് സമ്മത. അപ്പം അതുകൊണ്ട് ഭഗവാനാൽ ആദരിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം ഞാൻ ഭഗവാനെ ആദരിക്കുന്നതാണ്. കൃഷ്ണനാണെച്ചാൽ പ്രിയല്ല അപ്രിയല്ല, ഭക്തരെ അനുഗ്രഹിക്കുക ഭഗവാന്റെ ലീലയാണ്. ചോദിച്ചതൊക്കെ കൽപ്പവൃക്ഷം പോലെ തരും. അതേപോലെ തന്നെ രാമനെയും എനിക്ക് നമസ്കരിക്കാൻ സാധിക്കും. എന്നെ അകത്തേക്ക് കൊണ്ടുപോകും, കംസനെ പറ്റി ചോദിക്കും. ഇങ്ങനെ പലതും 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 ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ മനോരഥത്തിൽ ഇങ്ങനെ യാത്ര ചെയ്ത കാളവണ്ടി രഥം പോയത് അറിഞ്ഞില്ല. അവിടെ എത്തി. മനോരഥത്തിൽ സന്ധ്യ ആവാറായ സമയത്ത് അതിൻ്റെ ബോർഡറിൽ അതിർത്തിയിലെത്തി. അതിർത്തിയാണ് കടന്ന് വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കൃഷ്ണൻ്റെ പാദചിഹ്നം പതിഞ്ഞുള്ള പാദം ആ ഭൂമി കണ്ടു. അപ്പോൾ ദേവന്മാർ നമസ്കരിച്ചതായിട്ട് ലക്ഷണങ്ങളൊക്കെ കണ്ടു. അവിടുന്ന് വേഗം രഥത്തിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി. ഭക്തി കൊണ്ട് സർവ്വ കാര്യങ്ങളും മറന്നു ചാടി ഇറങ്ങി. അതിൽ വീണ അങ്ങോട്ട് ഉരുണ്ടു. ഒരു ശയന പ്രദക്ഷിണം. ഈ പാദങ്ങൾ പതിച്ചിട്ടുള്ള അടയാളങ്ങളുണ്ടല്ലോ, അതിലങ്ങോട്ട് ഉരുണ്ടു. അങ്ങനെ ഉരുണ്ട് ആ പാദധൂളി മുഴുവൻ സ്വന്തം ശരീരത്തിലെ ശിരസിലെ ഒക്കെ സ്വീകരിച്ചു. ശ്രീ ശുകബ്രഹ്മർഷി പറയാണ്, പരീക്ഷത്തെ മനുഷ്യനായാൽ അക്രൂരനെ പോലെ വന്ദനം എന്നുള്ള രീതിയിൽ ഭഗവാനെ ആശ്രയിക്കണം. ഇങ്ങനെയാണ് വേണ്ടത്. അക്രൂരസ്തു അഭിവന്ദനെ എന്നാണ്. കംസൻ്റെയാണ് ആവശ്യം. പക്ഷേ ഈ ഭഗവാന്റെ പാദധൂളിയിൽ കിടന്ന് ഉരുളാനുള്ള ഭാഗ്യം കിട്ടിയതാർക്കാ? അക്രൂരന. ആ ഭക്തി എത്ര ശ്രേഷ്ഠമാണ്, എത്ര നിഷ്കളങ്കാണ്, ദുർലഭമാണ്. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. നവധാഭക്തി ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം അഭിവന്ദനമാണ് അക്രൂരൻ ചെയ്തത്. അങ്ങനെ ക്രമേണയായിട്ട് നന്ദഗോപരുടെ ആ ഗൃഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ രാമകൃഷ്ണന്മാർ ഒരു അമ്മ പശുവിനെ കറക്കുന്നുണ്ട്. ആ കറക്കുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുക. വെളുത്ത നിറത്തിലുള്ള രാമൻ, കറുത്ത നിറത്തിലുള്ള കൃഷ്ണൻ. അതീവ തേജസ്വികളാണ് രണ്ടുപേരും. രാമൻ നീലപ്പട്ടെടുത്തുണ്ട്, കൃഷ്ണൻ മഞ്ഞപ്പട്ടെടുത്തുണ്ട്. ആജാനുബാഹുക്കളായിട്ട് അതിസുന്ദരന്മാരായിട്ട് നിൽക്കണു. തൃപ്പാദകത്തിലെ ഈ വജ്രാങ്കുശധ്വജ സരോരുഹ യവാദികളെയൊക്കെ കണ്ട് ആ പാദചിഹ്നങ്ങളെയൊക്കെ വീണ്ടും വീണ്ടും തൊട്ട് നമസ്കരിച്ച് ഭഗവാന്റെ കാരുണ്യ നോട്ടം നല്ലോണം മനസ്സിലായി. മായപുഞ്ചിരി കണ്ടു, മഹത്വം മനസ്സിലായി. അതിമനോഹരമായിട്ടുള്ള ഭഗവാന്റെ രൂപം, ലീല, വനമാല, രത്നമാല, കടകം, വള, ആഭരണങ്ങൾ, കുറിക്കൂട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ എത്ര നേരം നോക്കി നിൽക്കണം, കണ്ണെടുക്കാൻ തോന്നില്ല. സൃഷ്ടിക്ക് മുമ്പുണ്ട് ഭഗവാൻ, പ്രളയശേഷമുണ്ട് ഭഗവാൻ. ആ ഭഗവാൻ ഇതാ ഇപ്പോൾ രാമകൃഷ്ണന്മാരായിട്ട് ഈ അമ്പാടിയിൽ എൻ്റെ മുമ്പിൽ നിൽക്കണു. 10 ദിക്കും ഒരേപോലെ ശോഭയെ പ്രദാനം ചെയ്തുകൊണ്ട് ഈ കൈലാസത്തിലെ മരതക പർവ്വതം പോലെ അമ്പാടിയിലെ 2 ആനക്കുട്ടികൾ. അവരെ കണ്ട് സ്വയം മറന്നു, തേരിൽ നിന്ന് ഇറങ്ങി കാൽക്കൽ വീണു, ദണ്ഡ നമസ്കാരം ചെയ്തു. ചെറിയച്ഛനാണ്. ഇപ്പം മകൻ്റെ സ്ഥാനത്താണ് വരിക. മകനെ ദണ്ഡ നമസ്കാരം ചെയ്യാൻ പാടില്ല, അതൊക്കെ മറന്നു, ദണ്ഡ നമസ്കാരം ചെയ്തു. സന്തോഷം കൊണ്ട് കരഞ്ഞു, ഭഗവാന്റെ കാല് കഴുകി. എന്താ വെച്ചാൽ അക്രൂരൻ കംസന്റെ ഭൃത്യനോ മന്ത്രിയോ എന്താ വെച്ചാൽ അതാണ്. അവിടെ പീഡകൾ കുറേ ഉണ്ട്. ഇനി ആ കംസന്റെ വധം നടക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് കാല് കഴുകിയത് എന്നർത്ഥം. അങ്ങനെയെങ്കിലും സ്വസ്ഥത കിട്ടട്ടെ. രോമാഞ്ചം വന്നു, ഗദ്ഗതം വന്നു, ഒന്നും പറയാൻ പറ്റിയില്ല. പക്ഷെ ഭാഷ വേണ്ട കൃഷ്ണനെ, ഭാവമാണ് വേണ്ടത്. ഭഗവാൻ അതൊക്കെ മനസ്സിലാവുകയും ചെയ്തു. രാമകൃഷ്ണന്മാരെ ഗാഠഗാഠം ആലിംഗനം ചെയ്തു അക്രൂരനെ. ആദ്യമേ തന്നെ എന്നെ കെട്ടിപ്പിടിക്കുകയോ, ഞാൻ അങ്ങോട്ട് നമസ്കരിക്കേണ്ടി വരുമോ, ഇങ്ങോട്ട് നമസ്കരിക്കുകയോ, ഇങ്ങോട്ട് നമസ്കരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആലിംഗനം കൊണ്ട് തന്നെ ഈ കൊടുക്കൽ വാങ്ങലുകൾ മുഴുവനായി. 2 പേരും ഓരോ കൈയാണ് പിടിച്ചു, ഏട്ടനും അനിയനും. അക്രൂരപ്പ പൂവല്ലേ, അങ്ങനെ വീട്ടിലെത്തിച്ചു. അങ്ങനെ സ്വാഗതവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അച്ഛല്ലേ അവിടെ പീഠത്തിലെത്തി. അക്രൂരനെ അർഘ്യപാദ്യാദികളെ കൊണ്ട് ഒരു വിശിഷ്ടമായിട്ടുള്ള പൂജ. ഭഗവാനെ ഭക്തന്മാർ 16 ഉപചാരം കൊണ്ടാണ് പൂജിക്കുക. എന്ന കൂട്ടത്തിൽ ചില പൂജയൊക്കെ നടത്തി, അതിഥി പൂജ. അപ്പോൾ ധാരാളം ഈ ആഹാര വസ്തുക്കൾ, പാനീയങ്ങൾ ഒക്കെ കൊടുത്തു.
അക്രൂരന് പശുദാനമൊക്കെ ചെയ്തു രാമൻ. കാലൊക്കെ തടവി കൊടുത്തു, ക്ഷീണമൊക്കെ തീർത്തു, ഊണൊക്കെ കഴിഞ്ഞു, മുറുക്കാനൊക്കെ കൊടുത്തു, താമ്പൂലം കൊടുത്ത്, കുറിയിടിച്ചു, മാലയിട്ട് തന്നെ എല്ലാം വേണ്ടതൊക്കെ ചെയ്തു. അപ്പോഴേക്കും ഈ ഉദ്ദേശങ്ങൾ മുഴുവനെ പറയൽ കഴിഞ്ഞു കേട്ടോ. കംസൻ ദാ നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്നോട് പറഞ്ഞയച്ചിരിക്കുന്നത്. നിങ്ങളെ കൊണ്ടുപോകുന്നത് വെറുതെ അല്ല കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കോവലയാപീഠം നിൽക്കുന്നുണ്ട് ദ്വാരത്തിൽ, ഗോപുരദ്വാരത്തിൽ. അതിനെ കൊണ്ട് ചവിട്ടി കൊല്ലിക്കും. അതേപോലെ അപ്പം പറ്റിയില്ല മല്ലന്മാരുണ്ട്, 8 മല്ലന്മാരുണ്ട്, കംസൻ്റെ അനുജന്മാരുണ്ട്, കംസനും ഉണ്ട്. നിങ്ങളെ കൊല്ലാനാണ് ഞാൻ കൊണ്ടുപോകുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അതെ ഒക്കെ ശരി, ഇതിന് മറവായിട്ട് പറഞ്ഞിരിക്കുന്നത് ധനുർയാഗം എന്ന ശിവധനുസിൻ്റെ ഒരു പൂജയുണ്ട്. അതാണ് ഇപ്പോൾ ഉത്സവമായിട്ട്, മറവാണത്. ഗോരസകൾ കൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അക്രൂരപ്പ ഈ കാര്യങ്ങളൊന്നും അച്ഛനോടും അമ്മയോടും പറയണ്ട, എന്നാൽ ഞങ്ങളെ പറഞ്ഞേക്കില്ല. അപ്പോൾ അതുകൊണ്ട് കാര്യം മാത്രമേ അവിടെ പറയാവൂ. ധനുർയാഗം ഉണ്ടെന്ന് പറഞ്ഞോളൂ, ഗോരസം കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ക്ഷണമുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അക്രൂരപ്പൻ അച്ഛനെ ക്ഷണിച്ചോളൂ, എന്നാൽ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കും. അപ്പോഴേക്കും നന്ദഗോപുരം അവിടെ. അച്ഛനോട് പറയരുതേ. നന്ദഗോപുരം വന്ന വഴിക്ക് അക്രൂര സുഖല്ലേ? ഞാൻ ചോദിക്കണില്ല. നന്ദഗോപുരം കുറച്ചൊരു വിഷമായി. കാരണം ഈ കംസന്റെ ദുഷ്ടത സഹിക്കാൻ വയ്യ. ദേവകി സദാസമയത്തും കരഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അക്രൂരൻ്റെ സഹോദരിയാണ്. 6 പുത്രന്മാരെ വധിച്ചതായിട്ടുള്ള കംസൻ ദേവകിയോട് എത്രയാണ് ക്രൂരത ചെയ്തത് അറിയില്ല. കംസനാച്ചാൽ ഒരു ദയയില്ല. അപ്പം അതുകൊണ്ട് കശാപ്പുകാരൻ്റെ വീട്ടിൽ ആടുകളുടെ ഒരു അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളോട് ഞാൻ എങ്ങനെയാണ് കുശലം ചോദിക്കുക? അതുകൊണ്ട് രാമകൃഷ്ണന്മാരുടെ പൂജാതി കാര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് അക്രൂര സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നന്ദഗോപുരം അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയൂ എന്നല്ല, അക്രൂരപ്പനെ പൂജിക്കാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മറ്റു കുശലങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കൃഷ്ണന്റെ കഥകളെ കൂടുതൽ പറയാൻ തുടങ്ങി. അക്രൂരൻ ഈ അമ്പാടിയിൽ വന്നപ്പോൾ വഴിക്ക് മനോരഥം പലതും ചിന്തിച്ചുവല്ലോ. അത് മുഴുവൻ ഇവിടെ കൃഷ്ണനും രാമനും സാധിപ്പിച്ചു കൊടുത്തു. ലക്ഷ്മീനാഥനായിട്ടുള്ള ഈ ഭഗവാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ സാധിക്കാത്തതായിട്ട് എന്താണ്? ഒന്നുമില്ല. ഭക്തന്മാര്, നിസ്പൃഹന്മാര്, ആഗ്രഹം ഒന്നുമില്ലാത്തവര്, ആഗ്രഹം ഭക്തിക്ക് തടസ്സമാണ് എന്ന് അറിയുന്നവര് അക്രൂരൻ ആ ലിസ്റ്റിലാപ്പെടാം. ഉത്തമ ഭക്തനാ, ഒരാഗ്രഹമില്ല. അങ്ങനെ സന്ധ്യാവന്തനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നന്ദഗോപുരമായിട്ട് കുറേ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കാച്ച കിടപ്പില്ല കേട്ടോ. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള സംവാദങ്ങൾ. അപ്പോൾ അക്രൂരൻ കൃഷ്ണനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ചെറിയച്ഛ യാത്രയൊക്കെ സുഖമായില്ലേ? കൃഷ്ണൻ അക്രൂരനോട് ചോദിക്കുകയാണ്, ചെറിയച്ഛ യാത്രയൊക്കെ സുഖമായില്ലേ? മധുരയിൽ ബന്ധുക്കൾക്കൊക്കെ ക്ഷേമല്ലേ? ദുഷ്ടനായിട്ടുള്ള കംസൻ അമ്മാമൻ ഭരിക്കണ സമയത്ത് എല്ലാവർക്കും ഇപ്പോഴും ദുഃഖമില്ലേ? ആർക്കും സുഖമില്ല അല്ലേ? എന്നാലും അക്രൂരന് സുഖമല്ലേ? അക്രൂരപ്പ ഞങ്ങൾ അവിടെ ഇല്ല. അച്ഛനമ്മമാർ കുറച്ച് ദുഃഖിക്കുകയാണ്. അത് ഞങ്ങൾ കാരണം കൊണ്ടല്ലേ അച്ഛനമ്മമാർ ദുഃഖിക്കണത്. 6 പുത്രന്മാർ കൊല്ലപ്പെട്ടു. അച്ഛൻ ജയിലിലും. അങ്ങയെ കണ്ടത് സന്തോഷം തന്നെയാണ്. ഈ വരവിൻ്റെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ ചോദിക്കുകയാണ്. അപ്പം അക്രൂരൻ പറഞ്ഞു, രാമകൃഷ്ണന്മാര് വസുദേവപുത്രന്മാരാണ്. നന്ദഗോകുലത്തിൽ വളരുന്നതായിട്ടുള്ള, എന്നും ഈ വിവരങ്ങൾ മുഴുവൻ നാരദൻ വന്നിട്ട് കംസനോട് പറഞ്ഞ കാര്യം തൊട്ട് കംസൻ വസുദേവരെ കൊല്ലാൻ നോക്കിയത് വരെ പറയുകയാണ്. ചില കാര്യങ്ങളൊക്കെ കൃഷ്ണനോട് സ്വകാര്യമായിട്ടും പിന്നെ ചില കാര്യങ്ങളൊക്കെ നന്ദഗോപുരോട് പരസ്യമായിട്ടും. അപ്പം ഇങ്ങനെ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കൃഷ്ണനോട് പറഞ്ഞ കാര്യം ഒഴിച്ച് നന്ദഗോപുരോട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുകയാണ്.
ഇവിടെ ഒന്നും കൂടി ഇങ്ങനെ കൃഷ്ണനും രാമനും കൂടിയിട്ടാണോ അല്ലെങ്കിൽ 3 പേരും കൂടിയിട്ടാണോ ഒന്നുകൂടി സ്മരിക്കുന്നുണ്ട്. കൂലിയാപീഠത്തിനെ കൊണ്ട് വധിക്കും നിർത്തിയിട്ടുണ്ട്. ധനുര്യാഗത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വരേണ്ടത്. മധുരാപട്ടണം കാണാനുള്ള ആ ക്ഷണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എങ്കിലും നിങ്ങളെ കൊല്ലുക, രാമനെയും കൃഷ്ണനെയും കൊല്ലുക എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. അതായിക്കോട്ടെ, അത് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. അത് അതീവ രഹസ്യമാണ്. അതുകൊണ്ട് അക്രൂരഭ ഇതാരോടും പറയണ്ട. ഇതാരോടെയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയും അറിയും. അച്ഛനും അമ്മയും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അക്രൂരപ്പൻ്റെ കൂടെ വരാൻ പറ്റില്ല, ഉറപ്പാണ്. ഇപ്പം നന്ദഗോപുരോട് കൃഷ്ണൻ പറഞ്ഞു, അവിടെ ധനുര്യാഗമുണ്ട് മധുരയിൽ. അതുകൊണ്ട് പട്ടണം കാണണമെന്നുള്ള ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. ആ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ. അതിനൊക്കെയാണ് അക്രൂരപ്പം വന്നിരിക്കണത്. അക്രൂരനും പറഞ്ഞു, മഹാരാജാവിന് തൈര്, പാല്, നെയ്യ്, ഗോരസങ്ങളൊക്കെ ധാരാളമായിട്ട് വേണം. ഗോപന്മാർ ധാരാളം വരണം. അവിടെ പലതും കാഴ്ചകളുണ്ട്, കാണാൻ പലതുമുണ്ട്. ഇങ്ങനെ നന്ദഗോപര് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ അക്രൂരൻ എല്ലാവരെയും ക്ഷണിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്തു. ഗോരസം അവിടെ എത്തിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ എല്ലാവരും വരണം എന്ന് പങ്കെടുക്കണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. അപ്പം അതൊക്കെ നന്ദഗോപര് എല്ലാ ഗോപന്മാരോടും വിളിച്ചറിയിച്ചു. അതിന് ചില രാജകീയമായിട്ട് ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഗോപന്മാരെ ഇവരറിയിക്കുക, പിന്നെ ഗോപികളെ ഇവരറിയിക്കുക. ഗോപികളോട് പറയാച്ചാൽ ഈ ഗോപികളല്ല ഉദ്ദേശിച്ചത്. ഈ ഗോരസങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാക്കിയിട്ട് കപ്പം കൊടുക്കുന്ന പോലെ ഉത്സവത്തിന് ഈ തൈരും നെയ്യും ഇതൊക്കെ കൊടുത്തേക്കണം, മധുരയിലേക്ക് കൊടുത്തേക്കണം. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ ചില ആൾക്കാരുണ്ട്. അവരെ പ്രത്യേകമായിട്ട് ചട്ടം കെട്ടി. കുറേ കൃഷ്ണൻ്റെ കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. കൃഷ്ണനെ ഓർത്തിട്ട് ലേശം വിഷമങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് നന്ദഗോപര് ചിന്തിച്ചിട്ടുണ്ടാവും എന്നാക്കി തോന്നുന്നത്. അതുകൊണ്ടാണ് ഗോപികളോട് പറഞ്ഞില്ല. അതൊരു സൂത്രമാണ്, സ്വതേ പാടില്ല. ഇതേലും അവിടെ ജനിച്ച അന്ന് മുതൽ കൃഷ്ണനെ പറ്റി മാത്രമേ ഇവർ ചിന്തിക്കാറുള്ളൂ. കൃഷ്ണവിരഹം ഇതുവരെ അവർക്ക് ഉണ്ടായിട്ടില്ല. ഈ പകല പോലും കാണാതിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അതന്നെ വിരഹമായിട്ടാണ് അവർ പറയണത്. ഊണിലും ഉറക്കത്തിലും കൃഷ്ണനാണ് കൂടെ ഉള്ളത്. ഉറക്കം അവർക്ക് ഇല്ല. കാരണം രാത്രി മുഴുവൻ 7ാമത്തെ വയസ്സിൽ ഉറങ്ങിയതാണ്. പിന്നെ ഉറങ്ങിയിട്ടില്ല അവർ ഈ 4 കൊല്ലമായിട്ട്. അപ്പോൾ കൃഷ്ണൻ അവിടുന്ന് വേർപെട്ട് പോവുകയാണ് എന്ന് പറയുമ്പോൾ അവർക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും. അതുകൊണ്ട് ഗോപികളോട് നന്ദഗോപര് പറഞ്ഞില്ല. പക്ഷേ ഇത് വെളിച്ചാകുമ്പോൾ എല്ലാവരും അറിഞ്ഞു. അക്രൂരം വന്നിട്ടുണ്ട് കൃഷ്ണനെയും രാമനെയും കൊണ്ടുപോകാൻ എന്നുള്ളതും, ധനുര്യാഗം കാണാൻ പോവുകയാണ്, പട്ടണത്തിലേക്കാണ് പോണത് എന്നും, അവിടെ ഉത്സവമാണ്, ധനുര്യാഗം ഉത്സവമാണ്. അപ്പോൾ അതിനുള്ള ഗോരസം കൊണ്ടുപോകാനാണ് രാമനും കൃഷ്ണനും പോകുന്നുണ്ട്, നന്ദഗോപുരം പോകുന്നുണ്ട് എന്നാണ് കേട്ടത്. ഇതൊക്കെ ഗോപികമാരറിഞ്ഞു. അപ്പോൾ ഗോപികമാര് സ്വയമേവ ഇരുന്നൊരു മീറ്റിംഗാണ്. അതിപ്പോൾ എല്ലാവരും അടുപ്പിച്ചിരുന്നിട്ടാണോ അതോ ഇനി കുറേ ആൾക്കാരെടുത്തിരുന്നു, കുറേ ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തും എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഏതായാലും മീറ്റിംഗ് ഇങ്ങനെയാണ്. എല്ലാവരും തമ്മിൽ ബന്ധമുണ്ട്, ഇൻ്റർലിങ്ക്ഡ് ആണ്. അവിടെ ബ്രഹ്മാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് കരയണത്. ബ്രഹ്മാവ് സ്വതേ മഹാക്രൂരന. അതല്ലാച്ചാൽ ജീവജാലങ്ങളെ എങ്ങനെ അടുപ്പിക്കുക സ്നേഹമൈത്രികളെ കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മതിയവണേൻ്റെ മുന്നേ ആയിട്ട് അവരെ അകറ്റുക. അത് മരണം കൊണ്ടായാലും വേണ്ടില്ല, മറ്റു ചില കാര്യങ്ങളെ കൊണ്ടായാലും വേണ്ടില്ല. ഇതൊരു കുട്ടിക്കളി. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഞങ്ങളുടെ വേദന അത് എത്രയാണെന്ന് അറിയുമോ? ഇപ്പോൾ കൃഷ്ണനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പിന്നെ ജീവിക്കണത്? ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, പശുക്കളുണ്ട്, ഒന്നും ഇല്ലായിട്ടല്ല കേട്ടോ, എല്ലാം ഉണ്ട്. സമൃദ്ധിയാണ് ഇവിടെ, സമ്പൽ സമൃദ്ധിയാണ്. പക്ഷേ കൃഷ്ണനില്ലാണ്ട് ഈ സമൃദ്ധി ഉണ്ടായിട്ട് എന്താ കാര്യം? അപ്പം അതുകൊണ്ട് കൃഷ്ണനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വന്ന ആ അക്രൂരൻ എന്നുള്ള അയാളുടെ പേര് അക്രൂരനല്ല, ക്രൂരൻ എന്ന് പറഞ്ഞാലും പോരാ, അതിക്രൂരൻ എന്നതാണ്. അത്രയും മോശ. ഈ കൃഷ്ണ സൗന്ദര്യം കണ്ട് ഞങ്ങൾക്ക് ഇതുവരെ മതിയെന്ന് തോന്നിയിട്ടില്ല. മറ്റുള്ള ഒന്നിനും സൗന്ദര്യം കാണാൻ പറ്റുന്നില്ല. ഇതല്ലാതെ കണ്ട് വേറൊന്നും ഞങ്ങൾ നോക്കാറുമില്ല. അതിൻ്റെ ശിക്ഷയാണോ അത്യഷ്ടം ബദ്ധവൈരം എന്നൊരു നിയമമുണ്ടല്ലോ.
ഇതിപ്പോൾ ബദ്ധവൈരല്ല, ബദ്ധവിരഹമായിട്ടാണ് വരാൻ പോണം. ഈ ഇഷ്ടം കാരണം കൊണ്ട് വല്ലാത്തൊരു വിരഹമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഗോപികളെ, കൃഷ്ണന്റെ സ്നേഹം നൈമിഷികമാണ്. ഉപേക്ഷിക്കാൻ പ്രയാസമായിട്ടുള്ള ഭർത്താവ്, പുത്രൻ, അച്ഛനമ്മമാര്, സഹോദരന്മാര്, ഇവരെയിട്ട് കൃഷ്ണനെ സ്നേഹിച്ചു. എന്നിട്ടോ ഒരു ഗോപി മറ്റു ഗോപികളോട് പറയാണ്, നമ്മൾ എല്ലാം ഒഴിവാക്കിയിട്ടാണ് കൃഷ്ണനെ സ്നേഹിച്ചത്. എന്നിട്ടോ ഇപ്പോൾ ആ കൃഷ്ണൻ ഇങ്ങനെ യാത്രയാകുമ്പോൾ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ. ഇതെങ്ങനെയാണിപ്പോൾ തടുക്കേണ്ടത്? ഇനി മധുരാ സ്ത്രീകൾ, അവർ പട്ടണത്തിലുള്ള പട്ടണവാസികളാ, സൗന്ദര്യം മറ്റേ ഒരുട്ടം കാട്ടിക്കൂട്ടലും ഒക്കെ ഉണ്ടാവേ, പരിഷ്കാരികളാവും. അവർ കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണനെ വിടില്ല, കൃഷ്ണൻ അവരെയും വിടില്ല. നമുക്കറിയാലോ കൃഷ്ണന്റെ സ്വഭാവം എന്താന്നുള്ളത്. അവരുടെ സൗന്ദര്യത്തിൽ, വാക്കിൽ, പരിഷ്കാരത്തിൽ കൃഷ്ണൻ മയങ്ങുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇവിടെ ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത് നമുക്കറിയാലോ. അവിടെ പോയാൽ അവിടെ തങ്ങും, പിന്നെ നമ്മളെ കാണാൻ അങ്ങോട്ട് വരുന്ന തോന്നണില്ല. യാദവർക്ക് ഇന്ന് മുതൽ കൃഷ്ണൻ അവിടെ ഉണ്ടായത് കൊണ്ട് എന്നും ഉത്സവമായിരിക്കും. ധനുര്യാഗം തൊട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ ഉത്സവവും. ലക്ഷ്മി വല്ലഭനാണ്, അവിടെ സമ്പത്തിന് ഇനി ക്ഷാമം ഉണ്ടാവില്ല. ഇത്ര ക്രൂരനായിട്ടുള്ള ഈ അതിക്രൂരൻ ഇവിടെ വന്നിട്ട് കൃഷ്ണനെയാണ് കൊണ്ടുപോകുമ്പോൾ ഒരു ആശ്വാസ വാക്ക് പറയാൻ ഇതുവരെ നന്ദഗോപുര് വന്നില്ല, കൃഷ്ണൻ വന്നില്ല, മറ്റ് മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒരാരും വന്നില്ല. ഇവരുടെ ഒരു എന്തുത്സാഹം ഇവർക്ക് ഇതിൻ്റെ വില മനസ്സിലായിണ്ടോ? വണ്ടികളിൽ ഇതാ സാധനങ്ങൾ കയറ്റണു, ഗോപന്മാരൊക്കെ കയറിയിട്ടോ, രാമകൃഷ്ണന്മാരതാ കയറണു. വൃദ്ധന്മാര് കൃഷ്ണനെ തടുത്തില്ല. നമ്മളൊന്ന് തിരിഞ്ഞ പുറം നോക്കിയില്ല കേട്ടോ. നമ്മൾ അബലകളല്ലേ, നമുക്ക് ആരും തോന്നില്ല. ദൈവം പോലും നമുക്ക് എതിരപ്പോൾ. നമുക്ക് കൃഷ്ണന്റെ തേരിനെ തടഞ്ഞാലോ, ഒരു ഖരാവോ ചെയ്താലോ. സ്ത്രീകള് അച്ചടക്കമില്ലാത്തവരാണ്, വഴിയിൽ നിൽക്കാൻ പാടില്ല എന്നൊക്കെയാണ് നിയമം. അപ്പോൾ ചെന്നിട്ട് ഖരാവോ ചെയ്ത് കഴിഞ്ഞാൽ, തടുത്തു കഴിഞ്ഞാൽ വൃദ്ധർ ഒരു പക്ഷേ ശാസിക്കുകയോ അടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരിക്കും. പക്ഷെ സാരില്ല, അതിനേക്കൊക്കെ വലുതല്ലേ നമുക്ക് കൃഷ്ണനെ തടുക്കാൻ പറ്റിച്ചാലോ, കൃഷ്ണന്റെ യാത്ര ഒഴിവാക്കിച്ചാലോ. ഇതൊരു വല്ലാത്ത വിധിയാണ് കേട്ടോ. കൃഷ്ണൻ എന്നേക്കുമായിട്ട് നമുക്ക് നഷ്ടപ്പെടുമോ? ഗോപി ചോദിക്കുക മറ്റു ഗോപികളോടെ. നമ്മുടെ ഈ ഹൃദയവേദന എന്തുകൊണ്ടാണ് ആരും കാണാത്തത്? ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് അവർ തമ്മിൽ പറഞ്ഞത് ചോദിച്ചാൽ നിശ്ചല കൃഷ്ണവിരഹം അവർക്ക് സഹിക്കാൻ വയ്യ എന്നുള്ളത് വളരെ പ്രകടമായിട്ട് കണ്ടു. ഈ ഹൃദയവേദന കാരണന്മാരാരും കണ്ടില്ല, കൃഷ്ണനും കണ്ടില്ല. അവരുടെ മനസ്സിൽ മായപ്പൂപുഞ്ചിരി, കാരുണ്യകടാക്ഷം, സല്ലാപം, രാസലീല ഓരോന്ന് ഓർത്ത് കൃഷ്ണനെ എങ്ങനെയാ മറക്കുക? ഈ 11 കൊല്ലം ഒരു നിമിഷം പോലെ കഴിഞ്ഞു പോയത് അവരനുഭവിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ നിമിഷം ഓരോ യുഗം പോലെയാണ് വരാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്നു, നമ്മൾ അന്ധകാരത്തിൽ പെട്ടു, കൊടും കടലിൽ അല്ലെങ്കിൽ പേമാരി, കാറ്റും കോളുള്ള സമുദ്രത്തിൽ അങ്ങനെ പെട്ട പോലെ നമുക്ക് കര കാണാനില്ല. നമ്മളിനി ആരെയാ കാത്തിരിക്കുക വൈകുന്നേരത്തിന്? കൃഷ്ണനില്ലാതെ ഇനി നമ്മളെങ്ങനെയാണ് ജീവിക്കുക? ഈ വിരഹം എങ്ങനെയാണ് നമ്മൾ സഹിക്കുക? ഇങ്ങനെ അവർ തമ്മിലുള്ള ഈ സംവാദം ഉണ്ടല്ലോ, അത് ബ്രഹ്മാണ്ടം മുഴുവൻ ഏറ്റെടുത്തു. മാത്രമല്ല മറ്റു ലോകങ്ങളും ഏറ്റെടുത്തു. ശ്രീശുഖം പറയാണ്, ബ്രഹ്മർഷി പരീക്ഷത്തെ, കൃഷ്ണവിരഹം കൊണ്ട് ഗോപികള് ലജ്ജ വിട്ട് ഉറക്കെ ഗോവിന്ദ ദാമോദര മാധവ ഗോവിന്ദ ദാമോദര മാധവേദി രുരുതു സുസ്വരം ദീന കരഞ്ഞുപോയവര്. ഗോവിന്ദ മാധവ ദാമോദര വിളിച്ചും കൊണ്ടേ എത്ര ഉണ്ടെന്ന് ശരിയാ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ജിഹ്വേ പിബസ്വ അമൃതമേതദേവ ഗോവിന്ദ ദാമോദര മാധവേദി. കരയന്നെയാണ്.
അപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു, വെളിച്ചാവുകയായി. കുളി, സന്ധ്യാവന്തനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അക്രൂരൻ, കുട്ടികളൊക്കെ ആദ്യം തേരിൽ കയറിയിരുന്നേ. അക്രൂരൻ തേരിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. നന്ദഗോപുര ഗോപന്മാര് അനവധി കാഴ്ച വസ്തുക്കളായിട്ടാണ് വണ്ടിയിൽ. എത്ര വണ്ടികളാ പോണെന്ന് വെച്ചില്ല. സ്വർണ്ണരഥത്തിലാണ് അക്രൂരനും നന്ദഗോപുരം രാമകൃഷ്ണന്മാരും. ബാക്കിയുള്ളവരൊക്കെ പിന്നിലത്തെ വണ്ടികളിലാണ്. അപ്പോൾ വലിയ വലിയ ഘോഷയാത്ര സംഘടിപ്പിക്കണില്ലേ, അതേപോലെ അവരുടെ യാത്ര. അപ്പോഴാണ് ഓടി വരുന്ന ഗോപികളെ കണ്ടത് കൃഷ്ണൻ. എല്ലാവരും വണ്ടി സ്റ്റാർട്ട് ചെയ്യേ. അപ്പോഴാ ഗോപികൾ ഓടി വരണം. ഇവർക്ക് പെർമിഷൻ ഇല്ല അങ്ങോട്ട് വരാനേ. അവര് ഇങ്ങോട്ട് വരണ് കണ്ടപ്പോൾ അടുത്ത് എത്തണേൻ്റെ മുന്നേ ഒരു ഗോപനെ വിളിച്ച് പറഞ്ഞു. ഗോപബാലനോട് പറഞ്ഞു, കൂട്ടുകാരനോട്, ആ ഗോപികളോട് പറഞ്ഞോളൂ, ഞാൻ വന്നോളാട്ടോ, ഏഷ്യാമ്യഹം പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ മതി, നാ മനസ്സിലാവും. എന്ത് മനസ്സിലാവണ? ഈ ദൂതൻ ചെന്നിട്ട് പറഞ്ഞു, കൃഷ്ണൻ വരാമെന്നാ പറഞ്ഞെന്നെ കേട്ടോ. അതൊന്നും ഇവര് കേട്ടില്ല. തേര് വേഗം വിട്ടോളൂ, ഇല്ലെങ്കിൽ ഗോപികൾ തടുക്കും, നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ അത്യധികം സ്പീഡിൽ, വളരെ വേഗത്തിൽ, വായുവേഗത്തിൽ തേരിനെ തെളിച്ചു പോകും. അപ്പോഴേക്കും ഗൃഹങ്ങളിൽ നിന്ന് ഓടി 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 വരികയാണ് ഓരോരുത്തരും. അനവധി ഗോപിമാർ ഒന്നിച്ച് വന്ന് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. പിന്നെന്താ ചെയ്യുക? ഓരോരുത്തർ അവരവരുടെ വീടുകളിലേക്ക് എത്തിയെന്നാ പറയണ്ട, പോയി എന്നാ പറയണ്ട, വേറെ എല്ലാവരും എത്തിച്ചു എന്നാ പറയണ്ട, അറിയില്ല. തേര് വേഗം നീങ്ങി. ഇവർ ഓരോരുത്തർ അവരവരുടേതായിട്ടുള്ള സ്ഥലത്തേക്ക് എന്തായാലും പിരിഞ്ഞു. തേരിങ്ങനെ വേഗം വേഗം നീങ്ങണ്ട്. ഉച്ചയ്ക്ക് ആ സന്ധ്യാവന്തന നേരത്തെ കാളിന്തിയുടെ അടുത്ത്. അപ്പോൾ അവിടെ തേര് നിർത്തി അക്രൂരൻ. എന്നിട്ട് നദിയിലേക്ക് ഇറങ്ങി ദാഹമൊക്കെ തീർത്തു. പിന്നെ ഈ സന്ധ്യാവന്തനത്തിൽ കാലി കഴുകുക, ചമിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. തൂക്കാൻ തിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. ഉപസ്ഥാനം എന്നൊക്കെ പറയും. ഏതായാലും അതൊക്കെ ചെയ്തു. അപ്പോൾ ആ സമയത്ത് കുളിക്കണം, മന്ത്രം ചൊല്ലി തളിച്ച് കുളിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വെള്ളത്തിലാണ് മുങ്ങിക്കഴിഞ്ഞപ്പോൾ വെള്ളത്തിലുണ്ട് അടിയിൽ രാമകൃഷ്ണന്മാർ. ഇതെന്താ അത്? അവരെ ഞാൻ രഥത്തിൽ ഇരുത്തിയിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടുന്ന് വേഗം പൊങ്ങിയിട്ട് രഥത്തിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ അവിടെയുണ്ട് രാമകൃഷ്ണന്മാർ. അപ്പോൾ ആദ്യം ഇവിടെ ഒന്നുകൂടി മുങ്ങി, വണ്ടിയിലുണ്ട്. താഴത്ത് മുങ്ങിയപ്പോൾ ഇവിടെയുണ്ട്. എന്താ അത്? വീണ്ടും ഒന്നും കൂടി നോക്കി, അപ്പോൾ അവിടെ ഉണ്ട്. രണ്ടാമത് മുങ്ങി നോക്കിയപ്പോഴാണ് അവിടെ അനന്തോത്മനാഭനായിട്ട്, വിഷ്ണു ആയിട്ട്, അനന്തോത്മനാഭനായിട്ട്, നാരായണനായിട്ട് ഇങ്ങനെ കാണുക. ശിവ 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 ശിവ. ഇതെന്താപ്പത്? അക്രൂരന് പിന്നെ അവിടെ സ്ഥലം പോരാ. ആ അതിസുന്ദരമായിട്ടുള്ള അനന്തോത്മനാഭൻ്റെ ആ രൂപത്തെ ഒന്ന് കാണുക. പാലാഴിനാഥൻ്റെ, നാരായണൻ്റെ രൂപം കാണുക. എന്തൊരു ശോഭയാ, എത്ര പരിവാരങ്ങളാ! വിസ്തരിച്ച് കണ്ടു. പക്ഷത്തിൽ ലക്ഷ്മി ഇങ്ങനെ ഇരിക്കുന്നു, പാദത്തിൽ ഭൂമിദേവി ഇരിക്കുന്നുണ്ട്, തുളസിയുണ്ട്, കാല് തലോടി കൊടുക്കുന്നുണ്ട്. വൈകുണ്ഠം മുഴുവൻ കാട്ടിക്കൊടുത്തു കൃഷ്ണനെ. അത് മുഴുവൻ കണ്ടു. പാർഷദന്മാർ മുഴുവൻ വിഷ്ണു സ്വരൂപികളായിട്ട് ഇങ്ങനെ നടക്കണു. എല്ലാവർക്കും ഉണ്ട്. കൗസ്തുഭവും ശ്രീവത്സവും ലക്ഷ്മിയും ഒഴിച്ച് ബാക്കിയുള്ളത് മുഴുവൻ വനമാലയായാലും മറ്റു കാര്യങ്ങളൊക്കെ, ആഭരണങ്ങൾ, സർവ്വവിഭൂഷിതരായിട്ട് എല്ലാവരും. പാർഷദന്മാരൊക്കെ ഉണ്ട് അവിടെ. എത്ര പാർഷദന്മാരാ ചോദിച്ചാൽ ചില കോടി. ദേവന്മാരുണ്ട്, ഋഷികളുണ്ട്, ദേവസ്ത്രീകളുണ്ട്, ദേവിമാരുണ്ട്. എല്ലാവരും ഭക്തിയോട് കൂടിയിട്ട് വേദത്തെ ചൊല്ലി സ്തുതിക്കുന്നുണ്ട് ബ്രാഹ്മണരൊക്കെ. ആർക്കും കിട്ടാൻ പറ്റാത്തതായിട്ടുള്ള ഈ ദർശനം, ആർക്കും എത്താൻ പറ്റാത്തതായിട്ടുള്ള ആ സ്ഥലത്ത് അക്രൂരൻ അവിടെ ചെല്ലുക, അക്രൂരനൊക്കെ കാണുക, അക്രൂരനൊക്കെ അനുഭവിക്കുക. വെള്ളത്തിനുള്ളിലാണ്, കാളിന്തിയുടെ ഉള്ളിലാണ്. ഈ ഗോപന്മാർക്കൊക്കെ വൈകുണ്ഠം കാട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്ന കൂട്ടത്തിൽ അക്രൂരനും കാട്ടിച്ചു കൊടുത്തു. ലക്ഷ്മിയുണ്ട്, സരസ്വതിയുണ്ട്, തുഷ്ടി, പുഷ്ടി, കീർത്തി, കാന്തി, ലജ്ജ, ഊർജ, വിദ്യ, അവിദ്യ, ശക്തി, ഭൂമി, ദുർഗ, മായ, എല്ലാ ദേവീദേവന്മാരും അവിടെ സ്തുതിക്കുന്നു. ഭാഗവതം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദേവിമാരുടെ കാര്യങ്ങൾ വളരെ കുറച്ചേ ഭാഗവതം പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ആ പേരുകളൊക്കെ അവിടെ പറഞ്ഞത്. ഹരിയായിട്ടുള്ള, നാരായണനായിട്ടുള്ള, അനന്തപത്മനാഭനായിട്ടുള്ള മഹാവിഷ്ണു എല്ലാവരാലും സ്തുതിച്ചുകൊണ്ട് ആദിശേഷന്റെ മേലിങ്ങനെ കിടക്കണു. ആ നാഭിയിൽ ഒരു താമരയിൽ ബ്രഹ്മാവ്,
അപ്പുറത്ത് മഹാദേവൻ ശ്രീപാർവതിയോട് കൂടിയിട്ട്, ഗണപതിയുണ്ട്, സുബ്രഹ്മണ്യുണ്ട്, അയ്യപ്പനുണ്ട്. എല്ലാവരും ഒരേപോലെ വേദങ്ങൾ മറ്റ് തത്വങ്ങളൊക്കെ രൂപം സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അതിഭക്തനായിട്ട് സന്തോഷിച്ചുകൊണ്ട് അക്രൂരൻ അവതാര സ്വരൂപങ്ങളൊക്കെ ഉണ്ട് അവിടെ, എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ അക്രൂരന് എത്രയാ സ്തുതിക്കേണ്ടത് ചോദിച്ചാൽ നിശ്ചയില്ല, നല്ലോണം സ്തുതിച്ചു. ഹൃദയം അങ്ങോട്ട് അലിഞ്ഞു, കരഞ്ഞു, ഭഗവാനെ നമസ്കരിച്ചു, സ്തുതിച്ചു. പ്രകൃതിക്ക് കാരണക്കാരനായിട്ട്, അന്തര്യാമിയായിട്ട്, ആദിനാരായണനായിട്ട്, നാശരഹിതനായിട്ട്, സൃഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവിനെ നാഭിയിലെ ഈ താമരയിൽ വഹിക്കുന്നതായിട്ടുള്ള പഞ്ചഭൂതാദി അഹം, മഹത്ത്, പ്രകൃതി, മനസ്സ്, ഇന്ദ്രിയം, ദേവതകൾ, വിഷയം ഒക്കെ ഉണ്ടായതായിട്ടുള്ള ഈ ഭഗവാന്റെ അംഗങ്ങളിൽ നിന്നാണ് തത്വങ്ങളൊക്കെ ഉണ്ടായത്. ഈ ജഡങ്ങളും അതിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. അവയെല്ലാം ബ്രഹ്മമായിട്ട് തന്നെ എല്ലാവരാലും അറിയപ്പെടുന്നു, പറയപ്പെടുന്നു. വേദവും അങ്ങനെ തന്നെ പറയുന്നു. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായിട്ട് ത്രിമൂർത്തി ഭാവത്തിൽ വന്നത് ഭഗവാൻ തന്നെയാണ്. യോഗികളുടെ ഹൃദയത്തിൽ സൂര്യചന്ദ്രന്മാരായിട്ട് ആകാശത്ത്, നക്ഷത്ര, അതേപോലെ ഊർധ്വലോക പലതും ഉണ്ടല്ലോ, അതൊക്കെ ഭഗവാൻ തന്നെയാണ്. അതേപോലെ സാക്ഷിയായിട്ട് മഹാപുരുഷൻ, ഈ അന്തര്യാമിയായിട്ട് എല്ലാം നിയന്ത്രിക്കുന്ന സ്വഭാവത്തിൽ അങ്ങനെയുള്ള ഭഗവാൻ, ഏതൊക്കെ ഭഗവാന്റെ മൂർത്തികളെ ധ്യാനിക്കേണ്ടത്, നമസ്കരിക്കേണ്ടത് വെച്ചില്ല, എല്ലാവരെയും നമസ്കരിക്കണം. ഈ കർമ്മഠത്വം കൊണ്ട് 3 വേദത്തിൽപ്പെട്ട ഓരോരുത്തരും പല പല ക്രിയകളെ ചെയ്യുന്നു, ഭഗവാനെ ആശ്രയിക്കുന്നു. ലോകപാലന്മാർ അവർക്ക് വേണ്ടതിനൊക്കെ കൊടുക്കുന്നു. പാലന കർമ്മത്തിൽ ഭഗവാനെ സഹായിക്കുന്നു. അംഗപ്രത്യംഗം ഓരോരുത്തർക്കും സ്ഥാനം കൊടുത്തുകൊണ്ട് ഭഗവാൻ അവരെയൊക്കെ വഹിക്കുന്നു. വിരാട് രൂപ ഭഗവാൻ വിരാട്ടായിട്ട്, സ്വരാട്ടായിട്ട്, വിശ്വനായിട്ട് ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ട് ജ്ഞാനയജ്ഞം ചെയ്യുന്നു, ബ്രഹ്മചിന്തനം ചെയ്യുന്നു. ഓരോരുത്തർ ഭഗവാന്റെ കഥകൾ പറയണു, ഉണർത്തുപാട്ട് ചെയ്യണു, വൈദിക താന്ത്രിക വിധികളോടുകൂടി നന്നായിട്ട് തന്നെ പൂജകളെ ചെയ്യുന്നു. അന്യദേവ ഭജന ഇല്ലാത്ത ഒരേ ഒരു സ്ഥലം വൈകുണ്ഠം. സർവദേവ നമസ്കാരം ചെയ്യുന്നതായിട്ടുള്ള ഈ ഭൂമിയിലുള്ള പലരും അന്യദേവന്മാരെ ആശ്രയിച്ചുകൊണ്ട് തെറ്റുകളാണോ ചെയ്യുന്നത്? അല്ലാട്ടോ. സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ആരെ നമസ്കരിച്ചാലും അവർക്ക് എത്തും, ഉറപ്പാ. നദികൾ സമുദ്രത്തിൽ എത്തുന്ന പോലെ ഈ ജീവജാലങ്ങളെ ഭഗവാൻ എത്തിക്കും. കാരണം ത്രിഗുണം കൊണ്ടാണ് ഈ നാനാത്വം ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ ഇങ്ങനത്തെ ഭാവങ്ങളൊക്കെ വരും. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ദേവ, മനുഷ്യ, ആസുര വ്യത്യാസത്തോട് കൂടിയിട്ട് ഒക്കെ ഉണ്ടാക്കിയത്. അതേപോലെ ഊർധ്വലോകത്തിൽ സൂര്യചന്ദ്ര നക്ഷത്രാദികൾ, രാശികൾ എല്ലാം ഉണ്ട് അവിടെ. മുകളിൽ മറ്റേ മുനിലോകം, സത്യലോകം, ഋഷിലോകം ഒക്കെയുണ്ട്. അതേപോലെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അധോലോകങ്ങൾ ഒക്കെ വിരാട്ടിൽപ്പെട്ടതാ. ഭഗവാന്റെ മുഖം അഗ്നിയാണ്, ഭൂമി പാദമാണ്, സൂര്യൻ കണ്ണാണ്, ആകാശം നാഭിയാണ്, ദിക്ക് കാതുകളാണ്, സത്യലോകം ശിരസാണ്, ദേവതകളോ ഇന്ദ്രൻ അത് കയ്യിലാണ്, സമുദ്രം വയറ്, വായു പ്രാണൻ, വൃക്ഷം രോമങ്ങൾ, മേഘം മുടി, പർവ്വതം അസ്ഥി, പർവ്വതം നഖമൊക്കെ അസ്ഥിയാണ്, രാത്രി പകല് കൺപോളകൾ, ബ്രഹ്മാവ് ശിശ്നം, മഴ രേതസ്. ഇങ്ങനെ ഭഗവാന്റെ തിരുരൂപത്തെ നന്നായിട്ട് കണ്ടു. നിർവികാരനായിട്ടുള്ള ഭഗവാനെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതും ഭഗവാന്റെ ഒരു ലീലയാണ്. പരിപൂർണതമനായിട്ടുള്ള ഭഗവാൻ സകലസ്വരൂപനായിട്ട് ഇവിടെ വന്നിട്ട് ഉണ്ട്, ചെയ്യുന്നു. കർമ്മമില്ലാത്ത ഭഗവാനാണ്, അജനാണ്, ജന്മല്ല. എന്നിട്ടും ഈ അത്തിപ്പഴത്തിലെ വിത്ത് പോലെ ബ്രഹ്മാണ്ട കോടികൾ ഭഗവാന്റെ ഓരോ രോമകൂപത്തിലും ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാവുക, നിലനിൽക്കുക, ലയിക്കുക, എല്ലാം ഭഗവാൻ അറിയണ്ടോ ചോദിച്ചാൽ ശരിയാ. അത്ര ലീലയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണു. ഇങ്ങനെ അവതാരം പലതും സ്മരിച്ചു. ദശാവതാരത്തെ സ്മരിച്ചു, എന്ന് സ്തുതിച്ചു. ജീവന്മാർക്ക് മുക്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ മത്സ്യമായിട്ട് ഹയഗ്രീവനെ വധിച്ചുകൊണ്ട് വേദത്തെ വേണ്ടിയെടുത്ത് ബ്രഹ്മാവിന് കൊടുത്തു. മധുവേടന്മാരെ വധിച്ചു. ഹയഗ്രീവനായിട്ട് എല്ലാവരാലും വേദജ്ഞൻ, വേദഭാഷ, സഹസ്രനാമം, ഇങ്ങനെയുള്ളതൊക്കെ ഹയഗ്രീവൻ ജ്ഞാനമായിട്ട് നമുക്ക് പറഞ്ഞു തന്നുണ്ടേ. പാലാഴി കടയുന്ന സമയത്ത് കൂർമ്മമായി ധന്വന്തരിയായിട്ട് അവതരിച്ചു. മോഹിനിയായിട്ട് വന്നു. വരാഹരൂപിയായിട്ട് ഭൂമിയെ രസാതലത്തിൽ നിന്ന് ഉദ്ധരിച്ചു. ഹിരണ്യകശിപുയെ വധിക്കാൻ വേണ്ടി നരസിംഹമായി പ്രഹ്ലാദിനെ രക്ഷ ചെയ്തു. പ്രഹ്ലാദന്റെ കുടുംബത്തിലെ ബലിയിൽ നിന്ന് യാചന എന്നുള്ള ഒരു കാപട്യം കാണിച്ചുകൊണ്ട് വാമനനായിട്ട്
ആ ഭൂമി മുഴുവൻ വാങ്ങി, ഭൂലോകം മുഴുവൻ വാങ്ങി, സ്വർഗം വാങ്ങി, അത് ഇന്ദ്രന് കൊടുത്തു. അതേപോലെ പരശുരാമനായി 21 വട്ടം ദുഷ്ടരാജാക്കന്മാരെ മുഴുവൻ വധിച്ചു. ശ്രീരാമനായി രാവണകുംഭകർണന്മാരെ വധിച്ചു. അതേപോലെ ഭക്തരക്ഷയ്ക്കിതായി ഇപ്പോൾ വാസുദേവനായിട്ട്, സംഘർഷനായിട്ട്, അനിരുദ്ധനായിട്ട്, പ്രദ്യുമ്നായിട്ട് അങ്ങ് 4 മൂർത്തിഭാവത്തിൽ വന്നിരിക്കുന്നു. ഭാവിയിൽ ബുദ്ധനായിട്ട് അവതരിക്കും. അതേപോലെ കലിയുടെ ഒടുക്കത്തിൽ കൽക്കിയായിട്ട് ഭഗവാൻ വരും. ഭഗവാനെ അങ്ങ് മായയാൽ ജനങ്ങളെ മുഴുവൻ ഭ്രമിപ്പിച്ച് അഹം മമൊക്കെ ഉണ്ടാക്കിയിട്ട് കർമ്മഠരായിട്ട് സംസരിപ്പിച്ചുകൊണ്ട് എത്ര കാലമാണോ സൃഷ്ടി നിലനിൽക്കേണ്ടത് അത്രയും കാലം ശരീരം, ഗൃഹം, ഞാൻ, എൻ്റെ, അഹം, മമ, ബന്ധു അങ്ങനെ സ്വപ്ന തുല്യമായിട്ട് മിഥ്യയായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ വിശ്വസിച്ച് ഇതെൻ്റെയാണ്, ഇത് ഞാനാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങണു. ഈ അവിദ്യ കൊണ്ട് ആത്മാവിനെ മറക്കണു. പ്രപഞ്ചം നിത്യമാണ് എന്ന് തെറ്റിദ്ധരിക്കണു. സുഖത്തെ ആണ് അനുഭവിക്കണമെന്ന് വിചാരിച്ചിട്ട് ദുഃഖത്തെ അനുഭവിക്കണു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഈ ഭഗവാനെ എനിക്കൊട്ട് അറിയാനും സാധിക്കുന്നില്ലല്ലോ. ഈ പായൽ മൂടിയതായിട്ടുള്ള ജലാശയം, അത് വിട്ട് ശുദ്ധമായിട്ടുള്ളൊരു ജല സ്രോതസ്സിനെ എങ്ങനെ കാണുക? മരുപ്പച്ചയിൽ വെള്ളം ഉണ്ടാവും വിചാരിച്ചിട്ട് അങ്ങോട്ട് ഓടുക, വല്ല കാര്യമുണ്ടോ? എല്ലാ കർമ്മവാസനയിലും തീർത്ത് ദുഷിച്ചതായിട്ടുള്ള ഈ മനസ്സിനെ ശുദ്ധമാക്കി തീർത്ത് ഇന്ദ്രിയ സുഖങ്ങൾക്ക് അടിമപ്പെടാതെ കണ്ട് വിഷയസുഖങ്ങളെ വിട്ടുകൊണ്ട് ഭഗവാനിൽ മനസ്സിനെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ അങ്ങ് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അക്രൂരൻ്റെ ഈ സ്തുതി ദശാവതാര സ്തുതി എന്ന പേരിൽ അറിയപ്പെടാം. മത്സ്യകൂർമ്മോ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച കൃഷ്ണ കർക്കിർജനാർദ്ദന വേദാനുദ്ധരതേ ജഗന്തിവഹതേ. ഒരു 10 അവതാരത്തിൻ്റെ ഒരു ശ്ലോകമാണത്. ഭഗവാനെ നല്ലോണം സ്തുതിച്ചു. ദുഷ്ടർക്ക് അങ്ങനെ അറിയാൻ സാധിക്കില്ല. ഞാനിപ്പോൾ അങ്ങനെയാണോ? അല്ല, എനിക്കിപ്പോൾ കുറേശ്ശെ ഭഗവാനെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ സത്സംഗം ലഭിച്ചു. ഇനി എൻ്റെ കർമ്മഠത്വം ഒന്ന് മറികടക്കണം. അതിന് എനിക്ക് കുറച്ച് ഭക്തി തരണേ ഭഗവാനെ. പിശുക്കാണ് ഭഗവാന് ഭക്തി കൊടുക്കാനേ. അപ്പോൾ അതുകൊണ്ട് ഭക്തി തരണേ. എല്ലാറ്റിനും കാരണക്കാരനാണ് ഭഗവാൻ. കാലകർമ്മ സ്വഭാവം, അതേപോലെ ഈ ദ്രവ്യം കൊണ്ട് ശരീരത്തെ ഉണ്ടാക്കിയിട്ട് അതിൽ ജീവനെ പ്രവേശിപ്പിക്കൽ, അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും പ്രവർത്തികൾ ചെയ്യുന്നത്. ഞാനും ഭഗവാനെ ആശ്രയിക്കുന്നു ഈ കാര്യത്തിന് വേണ്ടിയിട്ട്, സംസാരം വിടാൻ വേണ്ടിയിട്ട്. ഈ ഭവാടവി ഒന്ന് കടന്നു കിട്ടണ്ടേ, ഭവാർണവ ഇല്ലാണ്ടാക്കണ്ടേ. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ ച. ഇവിടെ ഇപ്പോൾ രാമനും വാസുദേവനും വന്നിട്ടുണ്ട്, ഏട്ടനും അനിയനും. ഇനി കല്യാണം കഴിഞ്ഞിട്ട് വേണം പ്രദ്യുമ്നൻ ഉണ്ടാവാൻ. പ്രദ്യുമ്നൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം അനിരുദ്ധൻ ഉണ്ടാവാൻ. മകനും പേരക്കുട്ടനാണ്. അപ്പം ഇങ്ങനെ ഋഷികേശനായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മനഃശുദ്ധി തരുന്നതായിട്ടുള്ള ആ ഭഗവാനെ അങ്ങേക്ക് ഇതാ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് സ്തുതിച്ചു. ഭഗവാൻ സ്തുതികളൊക്കെ കേട്ട് ഭഗവാൻ അനുഗ്രഹിക്കുന്നതായിട്ട് രംഗം തുടർന്ന് യാത്രയാവണു. മധുര പ്രവേശമാണ് അടുത്ത അധ്യായത്തിൽ. നമുക്ക് അവിടേക്ക് പിന്നീട് ചേരാം. അത് കഴിഞ്ഞ് കംസവധാദി കാര്യങ്ങൾ, വില്ല് പൊട്ടിക്കണത്, മല്ലന്മാരെ തോൽപ്പിക്കണത്, കംസനെ വധിക്കുന്നത്, കുബ്ജയെ അനുഗ്രഹിക്കുന്നത്, രജകനെ വധിക്കുന്നത്, മാലാകാരനെയും തുന്നൽക്കാരനെയും ഒക്കെ അനുഗ്രഹിക്കുന്നത്. ഇങ്ങനെ ലീലകൾ ധാരാളമുണ്ട്. നമുക്ക് അടുത്തതിൽ അത് പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ.